ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ എടാട്ട്. ഞാനിപ്പോൾ ഒന്ന് അയിനിക്കാട് നടക്കാൻ വേണ്ടി വന്നതാണ്. വേറൊന്നല്ല, ഞാൻ എൻ്റെ പല എപ്പിസോഡിലും പറഞ്ഞ പോലെ ഒരു പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റാ, ഒരു അരമണിക്കൂറാ. ഞാൻ നോക്കുമ്പോൾ വാർത്തയിലൊക്കെ മന്ത്രിമാരൊക്കെ നടക്കണുണ്ട്. അവർ ആ 24-ൻ്റെ ഏതൊരു ചാനലിൽ മന്ത്രിമാർ നടക്കുമ്പോഴാണ് അവരിങ്ങനെ ഈ 24 ഇവരൊക്കെ പിന്നാലെ അവരുടെ ആ ഒരു ഷൂട്ട് നടത്തണത്. അപ്പം ഇന്ന് അതുപോലെ ഞാനും വിചാരിച്ചു അതുപോലെ ഒരു ഷൂട്ട് നടത്താൻ, നടക്കുമ്പോൾ ഒരു ഷൂട്ട് നടത്തും. അതായത് നമുക്ക് പിന്നെ വടി പിടിച്ചു തരാൻ ആരുമില്ല, ഞാൻ തന്നെ പിടിക്കണം. അതങ്ങനെ ഒരു ശീലമായി പോയി എന്ന് പറഞ്ഞ പോലെ, അതായത് ആരുമില്ലെങ്കിൽ വടി നമ്മൾ തന്നെ പിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ. പിന്നെ കാശുണ്ടാകുമ്പോൾ ആരെ കൊണ്ടെങ്കിലും പിടിപ്പിക്കാം. ഈ വാർത്തകൾ അങ്ങനെ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. പിന്നെ ആളെ വിളിക്കണതിന് നമ്മളൊരു 1000 രൂപ അതിൽ കൊടുക്കണം ഒരു ദിവസം. ഒരു കൂലി ഉള്ളതല്ല. അപ്പോൾ അവർക്കൊരു 1000 രൂപയെങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാഷ് ടീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റും. ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ സമ്പന്നർക്ക് മാത്രമാണ് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ സമയം കിട്ടണത് നോക്കിയിട്ട് വേണം നടക്കാൻ. പലരും വിചാരിക്കുക നല്ല ക്യാഷ് ടീം ഉണ്ടെങ്കിൽ മാത്രം നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല. നമ്മളിപ്പോൾ കൂലിപ്പണിക്കാർ, തേപ്പ് പണിക്കാർ, അതുപോലെ എന്ത് വർക്കിലുള്ളവർക്ക് വേണമെങ്കിൽ നടക്കാം. ഇതിപ്പോൾ കണ്ട ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടു പോവുക. ഒരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. കാലത്ത് വീട്ടിൽ നിന്ന് ഇപ്പോൾ കരിങ്കല്ല് പണിക്കാരാ ആർക്കാണെങ്കിലും കുഴപ്പമില്ല, നടക്കണോണ്ട് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മളതിന് സമയം കണ്ടെത്തണം വേണ്ടത്. എന്ത് കാര്യത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറയാറുള്ള പോലെ ഞാൻ ആദ്യം കള്ളു കുടിച്ച് ഇങ്ങനെ ഫിറ്റായിട്ട് കിടന്നുറങ്ങുക ചെയ്യുക. ഇപ്പം ഈ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുള്ളൂ. പടാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു സോളമനല്ലേ കള്ള് കുടിച്ച് ഫിറ്റായിട്ട് അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആധാർ കാർഡിൽ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞ് തിരിച്ചറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ളൊരു മുഖമാണ്. ഒന്ന് തെളിഞ്ഞു വരുന്നു. കുളിക്കാത്ത കാരണം ഉണ്ടാവും, കുറച്ചും കൂടിയും ഭംഗിയുണ്ട്. എൻ്റെ അഹങ്കാരമൊന്നുമില്ല. നമ്മൾ അഹങ്കരിച്ച് കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾ കൊന്നപ്പൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളുടെ ഇവിടെ അയിനിക്കാട് അങ്ങനെ പ്രത്യേകിച്ചുണ്ട്. കൊന്നപ്പൂക്കൾ ഇങ്ങനെ കാണാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ എന്ത് സാധനം പറിക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതന്നെ കൊന്നപ്പൂ. കണ്ടില്ല? ഇതാണ് ഈ വന്നത്. ഇവിടെ ഇങ്ങനെ ആർക്ക് വേണമെങ്കിൽ വന്ന് പൊട്ടിക്കാം. പക്ഷെ ഞങ്ങളിത് നിലനിർത്തിയേക്കുക. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുണ്ട്, നടക്കാൻ വരുന്നവരൊരു കൂട്ടായ്മ. അച്ഛൻ ഈ പൂ പറിക്കാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. ഞാൻ പഴയത് പറഞ്ഞ പോലെ അത് അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം നമുക്കത് പൊട്ടിക്കുമ്പോൾ കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് എന്നും വരുമ്പോൾ കാണാമല്ലോ. എന്നും വിഷു ഞാൻ പറയാറില്ലേ, വിഷുവിന് കണി വയ്ക്കും, ഓണത്തിനും കണിക്കൊന്നനും. കണിക്കൊന്ന പൂത്ത പോലെ എന്ന് പറയും. കണിക്കൊന്ന പൂത്ത പോലെ. ഞാൻ ആദ്യം വിചാരിച്ചത് കണിക്കൊന്ന പിന്നീട് ഇതാന്ന് മനസ്സിലായി. പക്ഷെ കണിക്കൊന്ന പൂക്കണ സമയങ്ങളുണ്ട്. അത് ചൂട് കാലത്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ പൂക്കളും വിരിയുന്നുണ്ട്. എന്താന്ന് നോക്കിയപ്പോൾ അത് പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ, സുകുമാരഴിക്കോടൊക്കെ പറയണ പോലെ പ്രകൃതിയുടെ അന്തരാത്മാവിലേക്ക് കിടന്ന് ചെല്ലുമ്പോൾ എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫീലാണ്.
അതായത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ പ്രകൃതിയുടെ അന്തരാത്മാവിലേക്ക് കടന്ന് ചെല്ലുമ്പോഴുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്കാണ്. പിന്നെ ഷേവ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പുറത്തെ സൈഡാണ്. ഇതിന് ചാത്തൻകോൾ എന്ന് പറയും. ഈ ചാത്തൻകോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജൈവ അരി, ഞങ്ങൾ നെല്ല് അങ്ങനെ ഇവിടെ ഒരു നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് അനിലക്കര MLA ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇവിടെ അരി അഡാട്ട് റൈസ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു റൈസാണത്. നമ്മുടെ ഇവിടെ നിന്നാണ്, ഈ ചാത്തൻകോളിൽ നിന്നാണ്. ഇപ്പോൾ അതിൻ്റെ തുടങ്ങാറായി. ഇന്നലെ മഴ പെയ്ത കാരണം എന്തുകൊണ്ട് എന്തോ ആദ്യം ഈ പടവാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ അതവിടെ ജൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. അഡാട്ട് റൈസ് എന്ന് പറഞ്ഞ വേൾഡിൽ തന്നെ നമ്പർ 1 ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് അഡാട്ട്. ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യം പറയാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരു ദിവസം നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നടത്തത്തിൽ കൂടെ ആയി കഴിഞ്ഞ് വലിയൊരു കാര്യമാണ്. നമ്മളെന്നായാലും കെടുക്കും, പക്ഷെ അത് നടക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. ശ്വാസം വലിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഒരു കോടീശ്വരനാവേണ്ട കാര്യമില്ല. ഇതൊരു സാധാരണക്കാരൻ നമുക്കത് നടന്ന് ഒരു ബ്രീത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശരിയാക്കാം. ഞാൻ അതിനൊരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉറപ്പാണ്, കുറുപ്പിൻ്റെ ഉറപ്പല്ല. നമുക്ക് നടന്ന് വീണ്ടും കുറച്ച് നാളും കൂടി മൂവ് ചെയ്യാം. പലരും ഈ മദ്യത്തിന് അല്ലെങ്കിൽ അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞങ്ങളൊരു സെൻ്റർ ഉണ്ട്, പുനർജീവൻ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണത് അവിടെയാണ്. ഞാൻ അവിടുത്തെ ഒരു സീനിയറാണ്. ഇന്ന് അവിടെ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. ഞാനിപ്പോൾ അഡാട്ടെന്ന് ഇപ്പോൾ ഒരു 3-4 പേര് വയ്യാത്തവർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതെന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭിന്നശേഷിക്കാർ അവരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളീ മദ്യം കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ കഴിച്ചു ഇങ്ങനെ കിടന്നു നമ്മുടെ ശരീരം നാശാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മണി പറയണ പോലെ വെറുതെ ഒരു കാര്യമില്ല. മണീനെ നോക്കുമ്പോൾ എനിക്ക് വിഷമാവാറുണ്ട്. ആൾക്കറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇത് ആലിൻ്റെ അവിടെ എത്തി. നല്ലൊരു കാറ്റുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ആലുള്ളതാണ്. സൂര്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതാണ് ആ വഴി, നടക്കാറുള്ള വഴി. അപ്പം ഇനി കുറച്ചുകൂടി നേരം 2 വാക്കുകൂടിയും പറഞ്ഞിട്ട്. അപ്പോൾ ആള് പറഞ്ഞ പോലെ ഞാനെന്നും ഇങ്ങനെ എന്നും വെല്ലാതിനെ കാണുമ്പോൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അതിനെന്താ ചെയ്യുക? എന്നും വെല്ലായിട്ടിനെ കാണാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും വെല്ലായിട്ടിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. വല്ലപ്പോഴൊക്കെ വെല്ലായിട്ടിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത് പറയണത് നമ്മൾ എന്താ പറയുക, എനിക്ക് ഒരു പ്രതിബദ്ധത ഉണ്ട് സമൂഹത്തിനോട്. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പലപ്പോഴും ഞാൻ കാണുമ്പോൾ, ഞാൻ ഇതിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മളവരെ കാണുമ്പോൾ അവർ ഈ ഒരു വിഷയത്തിൽ കൂടിയാണ് അങ്ങനെ ആയി എന്ന് പറയുമ്പോൾ വീട്ടിൽ വിഷയങ്ങളുണ്ടാവും, സമൂഹത്തിൽ വിഷയം ഉണ്ടാവും, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൻ്റെ കാര്യമില്ല, മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ ഈ പ്രശ്നക്കാരൻ പ്രശ്നം വെച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രശ്നമാണ്. ജീവിച്ചത് തന്നെ, ഭൂമിയിലേക്ക് വന്നത് തന്നെ പ്രശ്നമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നതൊക്കെ പ്രശ്നമാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ കുറച്ച് സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്, താങ്ക് യു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്.